നമസ്കാരം. KSRന്റെ 33ാമത്തെ എപ്പിസോഡാണ്. വീണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയുന്നത്. കേൾക്കുക. അടുത്ത ചോദ്യം: പെൻഷൻ സ്പെഷ്യൽ റൗണ്ടിങ്ങിന് ഉദാഹരണമായി താഴെ പറയുന്നവയിൽ ഏതാണ് വരുന്നത്? സ്പെഷ്യൽ റൗണ്ടിങ്. നിങ്ങളിത് മനസ്സിലാക്കണം. സ്പെഷ്യൽ റൗണ്ടിങ് 3 സ്ഥലത്താണ് നമ്മൾ എടുക്കുന്നത്. അതായത് 9 വർഷവും 1 ദിവസവും ഉണ്ടെങ്കിൽ 10 വർഷമായിട്ട് കൂട്ടും റൗണ്ട് ചെയ്യും. സാധാരണഗതിയിൽ അരവർഷം 6 മാസമോ അതിൽ കൂടുതലും നെക്സ്റ്റിലേക്ക് എല്ലായിടത്തും റൗണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ സ്പെഷ്യൽ റൗണ്ടിങ് 3 സ്ഥലത്തേ ഉള്ളൂ. ഒന്ന്, 9 വർഷവും 1 ദിവസവും ആണെങ്കിൽ 10 വർഷമായിട്ട് റൗണ്ട് ചെയ്യും. അല്ല, 9 വർഷവും 3 മാസം ആണെങ്കിലും 10 വർഷമായിട്ട് റൗണ്ട് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ 10 വർഷമാണ് മിനിമം പെൻഷന് വേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 29 വർഷവും 1 ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ അതും 30 വർഷമായിട്ട് റൗണ്ട് ചെയ്യും. കാരണം അവിടെ ഫുൾ പെൻഷൻ കിട്ടുന്നത് 30 വർഷത്തിനാണ്. ഇനി 32 വർഷവും 1 ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ 33ആയിട്ട് റൗണ്ട് ചെയ്യും. എന്തിനു വേണ്ടി? DCRക്ക് വേണ്ടിയിട്ട്. ഇത്തരത്തിൽ 3 സ്പെഷ്യൽ റൗണ്ടിങ് ആണ് ഉള്ളത്. അടുത്തത്: 31 വർഷത്തെ യോഗ്യതാ സേവനം പൂർത്തിയാക്കി 56ാം വയസ്സിൽ വിരമിച്ച ഒരു ജീവനക്കാരൻ ഏത് പെൻഷന് അർഹനാണ്? അയാൾ സൂപ്പർ അന്വേഷണം പെൻഷന് അർഹനാണ്. സൂപ്പർ അന്വേഷണം, മറ്റൊരു പെൻഷൻ ആവശ്യമില്ല. സൂപ്പർ അന്വേഷണം പെൻഷന് അർഹനാണ്. നിലവിൽ പെൻഷൻ കമ്മ്യൂട്ടേഷൻ നിരക്ക് എത്ര ശതമാനമാണ് പെൻഷൻ കമ്മ്യൂട്ട് ചെയ്യുന്നത്? 40% കമ്മ്യൂട്ട് ചെയ്യുക. പെൻഷൻ കൈപ്പറ്റാതെ എത്ര കാലം കഴിഞ്ഞാൽ അത് ലഭിക്കാൻ അർഹതയില്ലാതാവും? പെൻഷൻ കൈപ്പറ്റാതിരുന്നാൽ, ഇപ്പോഴത്തെ കാര്യമല്ലേ, ഇപ്പം നമ്മളെല്ലാം ട്രാൻസ്ഫർ ചെയ്ത് വിടുകയാണല്ലോ. നേരത്തെ പെൻഷൻ നേരിട്ട് വാങ്ങുന്ന കാലഘട്ടത്തിൽ 3 വർഷം വാങ്ങാതിരുന്നാൽ അത് പിന്നീട് കിട്ടുന്നതല്ല. അങ്ങനെ. അടുത്ത ചോദ്യം: സേവന കാലയളവിൽ ആകെ ലഭിക്കാവുന്ന ലീവ് നോട്ട് ഡ്യൂ എത്രയാണ്? നമുക്കറിയാവുന്നത് 360 ദിവസമാണ് ഒരു സേവന കാലയളവിൽ പരമാവധി ലീവ് നോട്ട് ഡ്യൂ ആയിട്ട് ലഭിക്കുക. അടുത്തത്: KSRന് എത്ര ഭാഗങ്ങളുണ്ട്? KSRന് 3 ഭാഗങ്ങളുണ്ട്. ആദ്യ നിയമന യാത്രയ്ക്ക് അർഹമായ TA നിരക്ക് എത്താണ്? അത് TA ലഭിക്കാൻ അർഹതയില്ല. കാരണം PSC കിട്ടി, അതാണ് ആദ്യ നിയമന യാത്ര എന്ന് പറയുന്നത്. ജോയിൻ ചെയ്താൽ മാത്രമല്ലേ നമുക്ക് TA കിട്ടുള്ളൂ. ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഒരാളെ സർവീസിൽ നിയമിക്കപ്പെട്ടാൽ അയാൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പുള്ള യാത്രയൊന്നും അതിന് TA നൽകുന്നതല്ല. അടുത്തത്: താൽക്കാലിക ട്രാൻസ്ഫർ എന്നാൽ എന്താണ്? 2 മാസത്തേക്കുള്ള ട്രാൻസ്ഫറിനാണ് താൽക്കാലിക ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഫാമിലി പെൻഷൻ അർഹരായ അവകാശികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് KSRലെ ഏത് പാർട്ടിലാണ്? പാർട്ട് 3ലാണ്. മിസ്കാരിയേജ് ഫാമിലി പെൻഷൻ അർഹരായ അവകാശികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പാർട്ട് 3ല് റൂള് 90ആണ്. മിസ്കാരിയേജിന് അനുമതിയായ ലീവ് എത്രയാണ്? മിസ്കാരിയേജ് എന്ന് പറയുന്നത് നമുക്കറിയാം 42 ദിവസമാണ് മിസ്കാരിയേജിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ലീവ് എന്ന് പറയുന്നത്. താഴെ പറയുന്നതിൽ അവധിയായി കണക്കാക്കാത്തത് ഏത്? അവധിയായിട്ട് കണക്കാക്കാത്തത് ശരിക്കും കാഷ്വൽ ലീവാണ്. കാഷ്വൽ ലീവ് ഒരു അവധിയല്ല. അടുത്ത ചോദ്യം: ഗ്രേഡ് 3 ഓഫീസർമാർക്കുള്ള ഇൻസിഡന്റൽ ചെലവുകളുടെ നിരക്ക് എത്രയാണ്? ഗ്രേഡ് 3 ഓഫീസർമാർക്ക് ഇൻസിഡന്റൽ ചെലവ് 60 പൈസയാണ്. 60 പൈസ. ഗ്രേഡ് 3 ഒക്കെ 60 പൈസ. 3ഉം 4ഉം 60 പൈസയാണ്. അതായത് 1 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ 60 പൈസ ഇൻസിഡന്റ് ചാർജായിട്ട്, ആകസ്മിക പണമായി, ആകസ്മിക ചെലവായിട്ട് ലഭിക്കും. അടുത്ത ചോദ്യം: ജോയിനിങ് ടൈം കണക്കാക്കുന്നത് എവിടം മുതൽ എവിടം വരെയുള്ള ദൂരത്തേക്കാണ്? അതായത് പഴയ വീടും പുതിയ വീടും തമ്മിലുള്ള ദൂരമാണ് ജോയിനിങ് സമയം കണക്കാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. അതായത് റെസിഡൻസ് ടു റെസിഡൻസ് ആണ്. അടുത്ത ചോദ്യം: എക്സ്ഗ്രേഷ്യ പെൻഷൻ അനുവദിച്ചിട്ടുള്ള കമ്മ്യൂട്ടേഷൻ ശതമാനം എത്രയാണ്? എക്സ്ഗ്രേഷ്യ പെൻഷന് കമ്മ്യൂട്ടേഷൻ അനുവദിച്ചിട്ടില്ല. അതാണ് പറയാനുള്ളത്. എക്സ്ഗ്രേഷ്യ പെൻഷൻ അറിയാലോ, 1 മുതൽ 9 വരെയുള്ള വർഷങ്ങളിൽ 10 വർഷം സർവീസ് ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന പെൻഷനാണ് എക്സ്ഗ്രേഷ്യ പെൻഷൻ. അടുത്ത ചോദ്യം: ഡയസ്ട്രോൺ കാലയളവ് എന്തിനായി കണക്കാക്കും? ഇവിടെ പറഞ്ഞതനുസരിച്ച് ഹയർ ഗ്രേഡിന് കണക്കാക്കും.
ഡയസ്ട്രോൺകാരുടെ കണക്കാക്കാത്ത ഒരു സംഭവം പ്രൊബേഷന് കണക്കാക്കില്ല. മറ്റൊന്ന് ഏൺ ലീവ് കണക്കാക്കാനും ഡയസ്ട്രോൺ പീരീഡ് കണക്ക് കൂട്ടില്ല. എന്നാൽ ഗ്രേഡിന് കണക്ക് കൂട്ടും, ഇൻക്രിമെന്റിന് കണക്ക് കൂട്ടും, പെൻഷൻ കണക്ക് കൂട്ടും. അടുത്ത് ലിബറലൈസ്ഡ് പെൻഷൻ സ്കീം നിലവിൽ വന്നത് എന്നാണ്? ലിബറലൈസ്ഡ് പെൻഷൻ സ്കീം നിലവിൽ വന്നത് 1966-ലാണ്. 1966-ലാണ് ലിബറലൈസ്ഡ് പെൻഷൻ സ്കീം നിലവിൽ ഓക്കെ 1966-ലാണ് ലിബറലൈസ്ഡ് പെൻഷൻ സ്കീം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, തുടർച്ചയായി എടുക്കാവുന്ന ക്യാഷ്വൽ ലീവുകളുടെ പരമാവധി എണ്ണം എത്രയാണ്? ശ്രദ്ധിക്കണേ, ഇതൊരു ചോദ്യമാണ്. തുടർച്ചയായി എടുക്കാവുന്ന ക്യാഷ്വൽ ലീവിന്റെ പരമാവധി എണ്ണം എത്രയാണ്? അത് നമ്മൾ ഈ സാങ്ഷനിങ് അതോറിറ്റി തീരുമാനിക്കും പോലെയാണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഹോളിഡേയ്സും കാഷ്വൽ ലീവും കൂടി 15 ദിവസത്തിൽ കൂടാൻ പാടില്ല. ഹോളിഡേയ്സും കാഷ്വൽ ലീവും കൂടി 15 ദിവസത്തിൽ കൂടാൻ പാടില്ല എന്ന ഒരു നിബന്ധന ഉണ്ട്. അടുത്ത ചോദ്യം, LTCക്ക് അർഹരായ കുടുംബാംഗങ്ങളിൽ ഉൾപ്പെടുന്നത് ആരെല്ലാമാണ്? LTCക്ക് അർഹരായവർ ആരൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, വൈഫ്, ഹസ്ബൻഡ്, അൺമാരീഡ് ചിൽഡ്രൻ ആൻഡ് സ്റ്റെപ്പ് ചിൽഡ്രൻ. ഇത്രയും പേരാണ് LTCക്ക് അർഹരായിട്ടുള്ളത്. നമുക്കറിയാം LTC നമ്മൾ പോകുന്ന സമയത്ത് ഓൾ ഇന്ത്യ ഒക്കെയാണ് പോകുന്നതെങ്കിൽ ഇവരെയാണ് നമുക്ക് ഈ LTCക്ക് അർഹരായിട്ടുള്ളതിൽ എടുക്കാൻ പറ്റുക. ഭാര്യ, ഭർത്താവ്, അവിവാഹിതരായിട്ടുള്ള മക്കള്, വളർത്തുമക്കൾ എന്നിവർ. അച്ഛനും അമ്മയും അതിൽ വരില്ല. അടുത്ത ചോദ്യം, DR സംബന്ധിച്ച ഏത് പ്രസ്താവനയാണ് ശരി? ഡിയർനെസ് റിലീഫ് സംബന്ധിച്ച പ്രസ്താവനകൾ. ചോദ്യം, അതിന്റെ ഓപ്ഷൻസ് ഒന്ന് പറയാം. DR ഈസ് ഗ്രാൻഡഡ് ഇറ്റ് ടു എസ്ഗ്രേഷ്യ പെൻഷേഴ്സ്. എസ്ഗ്രേഷ്യ പെൻഷനേഴ്സിനും എന്തുണ്ട്? DR ഉണ്ട്. DR ഈസ് ഗ്രാൻഡഡ് ടു സ്റ്റാറ്റ്യൂട്ടറി പെൻഷനേഴ്സ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർക്ക് DR ഉണ്ട്. ദ റേറ്റ് ഓഫ് DR വിൽ ചേഞ്ച്. DR ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കും. അതും ശരിയാണ്. അപ്പൊ ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ഒക്ടോബർ 21 റവന്യൂ വകുപ്പിൽ ജോലിയിൽ പ്രവേശിച്ച LDCക്ക് ഡിസംബർ 21 അവസാനിക്കുന്ന ആ കലണ്ടർ വർഷത്തിൽ 20 കാഷ്വൽ ലീവ് അനുവദിച്ച് ഇത് സാധുവാണോ? ഒരാള് 2021 ഒക്ടോബറിലാണ് സർവീസിൽ പ്രവേശിച്ചത്, ക്ലർക്കാണ്. അയാൾ 2021 ആകുമ്പോഴേക്ക് ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം കൊണ്ട് 20 കാഷ്വൽ ലീവ് എടുത്തു. അയാൾക്ക് കാഷ്വൽ ലീവ് അനുവദിച്ചു. അത് ശരിയാണോ? ശരിയാണ്. അതായത് ഈ കാഷ്വൽ ലീവ് അനുവദിക്കുന്നത് നമ്മളുടെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷന്റെ അതിന്റെ സാങ്ഷനിങ് ആരാണോ, അത് ഓതറൈസ് ചെയ്യുന്ന ആരാണോ അയാളുടെ പവറാണെന്നാണ് പറയുന്നത്. അതിന്റെ മേലെ ഒരു ഉത്തരവില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ പലരും പലതാ പറയുക. ഒരു മാസത്തേക്ക് 1 പറയുന്നവരുണ്ട്, അല്ല ഒരു മാസത്തേക്ക് 1.25 പറയുന്നവരുണ്ട്, 1.5 പറയുന്നവരും ഉണ്ട്. അപ്പൊ അത് ആ മാസം കഴിഞ്ഞ് എടുക്കാവൂ എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ഹെഡ് ഓഫ് ദി DDOമാരാണ് ഉള്ളത്. ഒരു മാസം കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഇതൊക്കെ പണ്ട് കാലത്ത് എംപ്ലോയ്മെന്റ് ആന്റിനോട് പറയുന്ന വാചകങ്ങളാണ്. ഒരു മാസം കഴിഞ്ഞ മാസേ ആയത് മാസത്തെ ലീവ് എടുക്കാവൂ എന്ന് പറയാൻ കാരണം നാളെ ഏത് സമയത്തും ഈ എംപ്ലോയ്മെന്റ് ആൻഡ് പുറത്തേക്ക് പോകും, അതുകൊണ്ടാണ്. എന്നാൽ സ്ഥിരമായിട്ട് PSC കിട്ടിയ ഒരു നിയമിച്ച ഒരാളോട് അത്തരത്തിലുള്ള ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അയാൾക്ക് അഡ്വാൻസ് ആയിട്ട് കാഷ്വൽ ലീവ് കൊടുക്കാവുന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം, കുട്ടി ദത്തെടുക്കൽ അവധി ചൈൽഡ് അഡോപ്ഷൻ ലീവ് എത്ര കാലമാണ്? അത് 180 ഡേയ്സ് തന്നെ കൊടുക്കും. മെറ്റേണിറ്റി ലീവിന്റെ അതേ അളവിൽ ചൈൽഡ് അഡോപ്ഷൻ ലീവും കൊടുക്കും. അടുത്ത ചോദ്യം, പെൻഷനായിട്ട് ചുരുങ്ങിയത് 10 വർഷത്തെ യോഗ്യതാ സേവനം പൂർത്തിയാക്കാതെ ഒരു ജീവനക്കാരൻ വിരമിക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന ഗ്രാറ്റുവിറ്റി ഏതാണ്? അത് ശരിക്കും അപ്പോൾ അയാൾക്ക് കിട്ടുന്നത് എന്താ? എസ്ഗ്രേഷ്യ പെൻഷനാണ്. എസ്ഗ്രേഷ്യ പെൻഷൻ ഉള്ളവർക്ക് ശരിക്കും സർവീസ് ഗ്രാറ്റുവിറ്റി ഇല്ല. 10 വർഷം പൂർത്തിയാക്കിയില്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് പിരിയുന്നത്? എസ്ഗ്രേഷ്യ പെൻഷനോടെയാണ് പിരിയുന്നത് 9 വർഷം വരെ. അപ്പോൾ അത്തരക്കാർക്ക് സർവീസ് ഗ്രാറ്റുവിറ്റി ഇല്ല എന്നുള്ളതാണ് സത്യം. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഇൻക്രിമെന്റിനായി പരിഗണിക്കാത്ത കാലയളവ് ഏതാണ്? ഇൻക്രിമെന്റിനായിട്ട് പരിഗണിക്കാത്ത കാലയളവ് നമുക്ക് ആ ഓപ്ഷൻ ഒന്ന് നോക്കാം.
ഡയസ്നോൺ പീരീഡ് ഇൻക്രിമെന്റിന് പരിഗണിക്കും. ഡെപ്യൂട്ടേഷൻ പീരീഡ് ഇൻക്രിമെന്റിന് പരിഗണിക്കും. ജോയിനിങ് ടൈം പീരീഡ് ഇൻക്രിമെന്റിന് പരിഗണിക്കും. അപ്പൊ ഇതെല്ലാം പരിഗണിക്കുന്നു. അപ്പൊ ഇവിടെ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. മെറ്റേണിറ്റി ലീവ് പരമാവധി എത്ര തവണ എടുക്കാം? ഒരാളുടെ സർവീസിൽ എത്ര തവണ മെറ്റേണിറ്റി ലീവ് എടുക്കാം? അതിന് പരിധിയില്ല എന്നാണ് ആൻസർ. നോ മാക്സിമം ലിമിറ്റ്, എത്രയോ എടുക്കാം. അടുത്ത ചോദ്യം, ആദ്യമായി വന്ധകരണ ശസ്ത്രക്രിയ നടത്തുന്ന പുരുഷ ജീവനക്കാർക്ക് ലഭിക്കാവുന്ന പ്രത്യേക കാഷ് ലീവ് എത്ര ദിവസമാണ്? ഒന്ന് ഓർമ്മിച്ച് വെക്കണേ. പുരുഷന്മാർക്ക് നടത്തുന്ന വന്ധ്യകരണ ശസ്ത്രക്രിയയ്ക്ക് പറയുന്നത് എന്താണ്? വാസക്ടമി എന്നാണ്. ഈ വാസക്ടമിക്ക് എത്ര ദിവസം ലീവ് കിട്ടും? 6 ദിവസം കിട്ടും. വാസക്ടമി 6 ദിവസമാണ് കിട്ടുക. അടുത്ത ചോദ്യം, പെൻഷൻ കമ്മ്യൂട്ടേഷൻ എന്നത് പെൻഷന്റെ ഒരു നിശ്ചിത ഭാഗം മുൻകൂറായി നൽകുന്നതിനെ സൂചിപ്പിക്കുന്നു. അത് ഏത് കാലയളവിലേക്കാണ് ഈ മുൻകൂറായിട്ട് നൽകുന്നത്? പെൻഷൻ കമ്മ്യൂട്ടേഷൻ നൽകുന്നത് 12 വർഷത്തേക്കാണ് മുൻകൂറായിട്ട് നൽകുന്നത്. അടുത്ത ചോദ്യം, ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന പദത്തിന് അർത്ഥം എന്താണ്? ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജീവനക്കാരൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ഓഫീസിനാണ് നമുക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയാൻ പറ്റുക. അടുത്ത ചോദ്യം, ഒരു ജോയിനിങ് ടൈമിലെ തയ്യാറെടുപ്പ് സമയത്തിൽ ഉൾപ്പെടുന്നത് എത്ര ദിവസമാണ്? ജോയിനിങ് ടൈം എടുക്കുകയാണെങ്കിൽ അതിന് പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത് എത്രയാണെന്ന ചോദ്യം. തയ്യാറെടുപ്പ് 6 ദിവസമാണ് പ്രിപ്പറേഷൻ ടൈം. അടുത്ത ചോദ്യം, DCRG കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം ഏതാണ്? DCRG കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം എന്താ പറയുക? നമ്മൾ നോക്കി വെച്ചാൽ മതി. അവസാനത്തെ ബേസിക് പേ പ്ലസ് അതിൻ്റെ DA. അവസാനത്തെ ബേസിക് പേ പ്ലസ് അതിൻ്റെ DA ബൈ 2 ഇൻറ്റു എത്ര യോഗ്യതാ സർവീസ് ഉണ്ടോ അത്രയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, 30 ദിവസം 30 വർഷമാണ് സർവീസ് എങ്കിൽ ഇങ്ങനെ പല രീതിയിലും ചെയ്യാം. പേ പ്ലസ് DA 80,000 രൂപയാണെന്ന് വെച്ചോ. പേയും DAയും കൂടെ കൂട്ടിയ സംഖ്യ, പേ എന്ന് പറയുന്നത് അവസാനത്തെ ബേസിക് പേ ആണ്, അതും DAയും കൂടെ കൂട്ടിയ സംഖ്യ 80,000. 30 വർഷം സർവീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കൂട്ടും? ആ 80,000 ഗുണിക്കണം 30 വർഷം സർവീസിന് 15 മാസമാക്കിയിട്ട് ഗുണിക്കുക. പകുതി സർവീസിന്റെ പകുതി, ഒരു വർഷത്തെ സർവീസിന് 1/2 മാസത്തെ ശമ്പളം എന്നാണ് കണക്ക്. ഈക്വേഷൻ പല രീതിയിൽ നമുക്ക് എഴുതാം, നിങ്ങൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. ചാർജ് അലവൻസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ചാർജ് അലവൻസ്. അപ്പോൾ ചാർജ് അലവൻസ് നമ്മൾ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ ചാർജ് വഹിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അലവൻസ് ആണ് ചാർജ് അലവൻസ്. അതുമായി ബന്ധപ്പെട്ടത് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ദ ബേസിക് പേ. കറക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, DA ഈസ് നോട്ട് അഡ്മിസിബിൾ വിത്ത് ചാർജ് അലവൻസ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചാർജ് അലവൻസിന് DA ഇല്ല. ചാർജ് അലവൻസിനോടൊപ്പം DA അനുവദനീയമല്ല. അടുത്ത ചോദ്യം, നിലവിലെ പെൻഷൻ അപേക്ഷകൾ സമർപ്പിക്കുന്നത് ഏത് പോർട്ടൽ വഴിയാണ്? അത് പ്രിസം എന്ന് പറയുന്ന പോർട്ടലിലൂടെയാണ് നമ്മൾ പെൻഷൻ അപേക്ഷിക്കുന്നത്. പെൻഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? പെൻഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത് മാക്സിമം പ്രൊഫഷണൽ പെൻഷൻ ഈസ് 50% ഓഫ് ദ ഒറിജിനൽ പെൻഷൻ. വിത്ത്ഹോൾഡ് പെൻഷൻ ഓഫ് ഷാൽ നോട്ട് എക്സീഡ് 50%. പെൻഷൻ ഈസ് ഓൾവേസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പെൻഷൻ എപ്പോഴും മുൻകൂറായി നൽകുന്നു എന്നുള്ളതാണ്. ഇവിടെ പെൻഷൻ എപ്പോഴും മുൻകൂറായി നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏപ്രിൽ മാസത്തെ പെൻഷൻ ഏപ്രിൽ 1 നൽകും. അത് സാലറി ആണെങ്കിലോ മാർച്ച് മാസത്തെ സാലറിയാണ് ഏപ്രിൽ 1 നൽകുക. എന്നാൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ 1 നൽകും. മാർച്ച് മാസത്തെ പെൻഷൻ എപ്പം നൽകും? മാർച്ച് 1 നൽകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുൻകൂറായിട്ട് നൽകുന്നു പെൻഷൻ എന്ന് പറയുന്നത്. പിതൃത്വ അവധി പെറ്റേണിറ്റി ലീവ് ഏത് വർഷം മുതലാണ് ആരംഭിച്ചത്? പെറ്റേണിറ്റി ലീവ് 26/2/2011 മുതലാണ് ആരംഭിച്ചത്. 26/2/2000, അതായത് 2011 2009 പേ റിവിഷൻ ഓർഡറിൽ വരുന്ന ഡേറ്റ് ആണത്. 26/2/2011 അത് എഫക്റ്റ് ആയത് പുതിയ കാര്യങ്ങൾക്കൊക്കെ. അടുത്ത ചോദ്യം, LTC ആർക്കാണ് ബാധകമാകുന്നത്? 15 വർഷം തുടർച്ചയായ സ്ഥിര സേവനം പൂർത്തിയായവർക്കാണ് LTC ബാധകമാകുന്നത്. അടുത്ത ചോദ്യം, ഉയർന്ന ശമ്പള സ്കെയിലുള്ള ഒരു ഉയർന്ന തസ്തികയിലേക്കുള്ള നിയമനമോ സ്ഥാനക്കയറ്റമോ സംബന്ധിച്ച നിയമം ഏതാണ്?
അത് വേണ്ട, അതിൽ ആൻസർ അങ്ങനെ ഓപ്ഷൻ വെച്ചിട്ടില്ല. അടുത്ത ചോദ്യം, പൂർണ്ണമായ അധിക ചുമതല വഹിക്കുന്നതിന് ചാർജ് അലവൻസ് നൽകുന്നത് ഏത് നിരക്കിലാണ്? ഓക്കെ, അത് മനസ്സിലാക്കണേ. ശമ്പള സ്കെയിലിന്റെ ഏറ്റവും കുറഞ്ഞ തുകയുടെ 4%. അതായത് ഈ കാറ്റഗറി അധിക ചുമതല എടുക്കുന്ന ഒരു തസ്തിക ഉണ്ടാവുമല്ലോ, ആ തസ്തികയുടെ സ്കെയിൽ ഓഫ് പേയുടെ ഏറ്റവും കുറഞ്ഞ തുകയുടെ 4%മാണ് ചാർജ് അലവൻസ് ആയിട്ട് നൽകുന്നത്. കൊല്ലത്ത് ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ 10 ദിവസത്തെ പരിശീലനത്തിനായി തിരുവനന്തപുരത്തേക്ക് പോയി. പരിശീലനത്തിനിടയിൽ അദ്ദേഹം 2 ദിവസത്തെ കാഷ്വൽ ലീവ് എടുത്തു. ഈ 2 ദിവസത്തെ കാഷ്വൽ ലീവിന് അദ്ദേഹം ഡി എക്ക് അർഹനാണോ എന്നാ ചോദ്യം. അല്ല, ഡി എക്ക് ആ 2 ദിവസത്തെ ഡി എ അദ്ദേഹത്തിന് കിട്ടുന്നതല്ല. താഴെ പറയുന്നവയിൽ ഏത് സേവനകാലമാണ് പ്രൊബേഷനായി കണക്കാക്കാത്തത്? ഇവിടെ പറഞ്ഞതനുസരിച്ച് പ്രൊബേഷനായിട്ട് കണക്കാക്കാത്ത പീരീഡ് എന്ന് പറയുന്നത് ഡയസ്നോൺ ആണ്. ഡയസ്നോൺ പീരീഡ് പ്രൊബേഷനായിട്ട് കണക്കാവില്ല. പിന്നെയുള്ളത് വെക്കേഷൻ പീരീഡാണ്, പ്രൊബേഷനായിട്ട് കണക്കാക്കും. മെറ്റേണിറ്റി ലീവ് പ്രൊബേഷനായിട്ട് കണക്കാക്കും. സ്പെഷ്യൽ കാഷ്വൽ ലീവും പ്രൊബേഷനായിട്ട് കണക്കാക്കും. അടുത്ത ചോദ്യം, 29 വർഷവും 5 മാസവും സേവനമുള്ള ഒരു ഉദ്യോഗസ്ഥന് 30 വർഷത്തെ യോഗ്യതാ സേവനം ലഭിച്ചു. ഇത് ഏതിന് ഉദാഹരണമാണ്? അത് സ്പെഷ്യൽ റൗണ്ടിങ്ങിന് ഉദാഹരണമാണ്. 29 5 ആണെങ്കിൽ സ്പെഷ്യൽ റൗണ്ടിങ് ആണ്. അടുത്ത ചോദ്യം, സബ്സ്റ്റാൻറ്റീവ് സ്ഥാനക്കയറ്റത്തിന് ബാധകമായ ഫിക്സേഷൻ നിയമം ഏതാണ്? സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റിലേക്കാണ് സ്ഥാനക്കയറ്റമെങ്കിൽ ആ ഫിക്സേഷൻ എന്ന് പറയുന്നത് റൂൾ 28 ആണ്. റൂൾ 28. പെൻഷൻ കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം എന്ത്? സൂത്രവാക്യം നിങ്ങൾ ഏത് വിധത്തിൽ വേണമെങ്കിലും എഴുതുക. നമ്മൾ പെൻഷൻ കണക്കാക്കുന്നതിൽ എന്താ എടുക്കേണ്ടത്? നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു കാര്യം, പെൻഷൻ നമ്മൾ ബൈഹാർട്ടായിട്ട് മനസ്സിൽ കൊണ്ടാടുക. അവസാനത്തെ 10 മാസത്തെ ശമ്പളം, അതിൻ്റെ ശരാശരി. ചിലർക്ക് അത് ലാസ്റ്റ് പേയുടെ ബേസിക് പേ തന്നെ ആയിരിക്കും, ചിലർക്ക് വ്യത്യാസം ഉണ്ടാവും. ആ ശരാശരി എടുത്തിട്ട് അതിൻ്റെ പകുതി കാണുക. അവസാനത്തെ 10 മാസത്തെ ശമ്പളം എടുത്തിട്ട് അതിൻ്റെ ശരാശരി എടുക്കുക, അതിൻ്റെ പകുതി കാണുക. അങ്ങനെ ശരാശരി കിട്ടിയപ്പോൾ നിങ്ങളൊരു ഉദാഹരണം, 60,000 ആണ് ശരാശരി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ പകുതി എടുക്കുക, അപ്പോൾ 30,000 എന്ന് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് 30 വർഷം സർവീസ് ഉണ്ടെങ്കിൽ ആ 30,000 നിങ്ങളുടെ പെൻഷൻ. അല്ല 25 വർഷമേ സർവീസ് ഉള്ളൂ എങ്കിൽ ആ 30,000 നമ്മൾ എന്തുകൊണ്ട് ഗുണിക്കണം? 25/30 കൊണ്ട് ഗുണിക്കാം. 20 വർഷമേ സർവീസ് ഉള്ളെങ്കിൽ 20/30 കൊണ്ട് ഗുണിക്കാം. 29 വർഷം സർവീസ് ഉണ്ടെങ്കിൽ 29/30 കൊണ്ട് ഗുണിക്കാം. ഇത്രയേ ഉള്ളൂ. അവസാനത്തെ ആവറേജ് എമോലുമെന്റ്സിന്റെ പകുതി ആദ്യം കാണുക, അന്നേരം കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ ഒഴിവാകും. എന്നിട്ട് ഈ വർഷം കൊണ്ട് ഗുണിച്ചാൽ മതി. ഒന്നുകിൽ 30/30 കൊണ്ട് ഗുണിക്കാന്ന് പറഞ്ഞാൽ 30/30 കൊണ്ട് ഗുണിക്കാന്ന് പറഞ്ഞാൽ അത് തന്നെയെന്ന അർത്ഥം, ഒന്നുകൊണ്ടാവും. 28 വർഷമുള്ളെങ്കിൽ 28/30 കൊണ്ട് ഗുണിക്കുക. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുക്കുന്നതിന് അർഹമായ സ്പെഷ്യൽ കാഷ്വൽ ലീവിന്റെ എണ്ണം? നാഷണൽ അല്ല, അന്താരാഷ്ട്രം. അന്താരാഷ്ട്രത്തിലാണെങ്കിൽ 90 ദിവസം കാഷ്വൽ ലീവായിട്ട് അനുവദിക്കാം. ദേശീയമാണെങ്കിൽ 45 ആണ് ദേശീയത്തിൽ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പറും ഇവിടെ അവസാനിക്കുകയാണ്. കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.